അദ്ദേഹത്തിൻ്റെ ഞാൻ നീണ്ട് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തുള്ള ഒരു പ്രഭാഷണം ഇന്നും സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ വൈറലാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ സംസാരിച്ചത് എന്ന് പലപ്പോഴും ആ സംസാരം കേട്ട സമയത്ത് നമ്മളൊക്കെ ഓർത്തുപോയിട്ടുണ്ട്, നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തിനപ്പം അങ്ങനെ പറയുന്നത് എന്ന്. അദ്ദേഹം വലിയ ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഭാഷണം അവസാനിക്കുന്നത്. സമസ്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് സമസ്തക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ട്. അദ്ദേഹം ഒന്നും കൂടി വിശദീകരിച്ചു. സാമ്പത്തികമായ പ്രതിസന്ധി അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പൈസ സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സമസ്തയുടെ ഉള്ളിലും പുറത്തുമുള്ളതായിരിക്കുന്ന ആളുകൾ സമസ്തയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സ്റ്റേജിലുള്ള ചില ആളുകൾ അടക്കമുള്ളവർ അവരെ സഹായിക്കുകയും അവരോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി അവരിൽ ഇവിടെ പ്രസംഗത്തിന് കുറേ ആളുകളെ പേര് പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്ന് ആരെങ്കിലും സമസ്തയ്ക്ക് എതിര്, അതിൻ്റെ നിലപാടുകൾക്കെതിര് ആരെങ്കിലും ഇവിടെ നിന്ന് സംസാരിച്ചാൽ അതിന് തന്നെ മറുപടി ഉണ്ടാകും. അത് മഹാനവരുകൾ പറഞ്ഞ തന്നെ അതിന് മറുപടി ഉണ്ടാകും. അത് നാളെ പത്രത്തിന് കാത്തുക്കൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് എന്ന് അന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, അത് കേട്ട നമ്മളൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംസാരിക്കേണ്ടതായിരുന്നു എന്നുള്ളത് പിൽക്കാലം നമുക്ക് അനുഭവങ്ങളിലൂടെ അറിവ് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സമസ്തയുടെ ഒപ്പം നിൽക്കുകയും സമസ്തക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സമസ്തയുടെ ആശയത്തിനും ആദർശത്തിനും എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കാമ എന്ന് മുണ്ടാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഇന്നിങ്ങനെ നടന്നു നീങ്ങുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ സാദിഖ് മുസ്ലിയാർ അവர்கள் ഒരു മുൻകാഴ്ചയോട് കൂടെ തന്നെ ആ കാര്യം അവിടെ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അദ്ദേഹം അന്ന് ആ സമ്മേളനത്തിന് വന്ന് വളരെ വിഷമിച്ചുകൊണ്ട്, വീട്ടുകാരൊന്നും പോരണ്ടെന്ന് പറഞ്ഞിട്ടും വളരെ വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്ന്, വളരെ പ്രയാസപ്പെട്ടു. കാരണം മൂത്രസംബന്ധമായിട്ടൊക്കെ ഇവർക്ക് കുറേ പ്രയാസങ്ങളുണ്ടായി, നമുക്കൊക്കെ അറിയുന്നതാണ്, കൂടെ യാത്ര ചെയ്തവർക്കൊക്കെ അറിയുന്നതാണ്. ആ പ്രയാസങ്ങളൊക്കെ അതൊന്നും വകവെക്കാതെ നീണ്ട യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് ആ സ്റ്റേജിൽ എത്തിച്ചേർന്നത്. അപ്പോൾ എന്ത് ത്യാഗവും സമസ്തക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമുള്ളത്. ഈ പാലക്കാട് ജില്ലയിലും പരിസരങ്ങളിലും സമസ്തയെ കെട്ടിപ്പൊക്കുന്നതിലും അതിനെ വളർത്തിയെടുക്കുന്നതിലും അദ്ദേഹം ചെയ്ത കഠിനാധ്വാനങ്ങൾ പിൽക്കാലം അത് രേഖപ്പെടുത്തും. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ആ നിലക്ക് അദ്ദേഹം അന്ന് നൽകിയ സന്ദേശം ഇവിടെ ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾ സമസ്തയോടൊപ്പം ഉറച്ചു നിൽക്കുക. അതിൻ്റെ ആശയവും ആദർശവും ആരുടെ മുമ്പിലും എവിടെ വച്ചും പറയാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോഴേ നമ്മൾ ശരിയായൊരു സമസ്തക്കാരനാവുകയുള്ളൂ. സമസ്ത എന്ന് പറയുകയും സമസ്തക്ക് വിരുദ്ധമായ നിലപാടുകളിൽ നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഒരു സമസ്തക്കാരൻ നിങ്ങൾക്ക് യോജിച്ചതല്ല. അത് ശരിക്കും പ്രകടമാക്കുകയാണ് ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാർ അന്ന് ചെയ്തത്. അതാണ് പിന്നെ മാതൃക. അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഈ സൗധം. തീർച്ചയായിട്ടും അർഹമായിരിക്കുന്ന ഒരു സൗധം തന്നെയത്. അദ്ദേഹത്തിന്റെ ആ സൗധം നമ്മൾ നിർമ്മിക്കുന്നതോടൊപ്പം അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന ആ ശരി വഴി, അത് സമസ്തയുടെ വഴിയാണ്, മഹാന്മാരുടെ വഴിയാണ്. ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളെ ജീവിതം, നമ്മുടെ സമ്പത്ത്, അതുപോലെ തന്നെ പ്രസംഗിക്കാനും എഴുതാനും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ആ കഴിവൊക്കെ വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അതാണ് സാദിഖ് മുസ്ലിയാർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന മഹത്തായ മാതൃക. ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, പ്രത്യേകിച്ചും ഈ ജില്ലയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പ്രവർത്തകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അദ്ദേഹത്തെ അവരും നമ്മുമായി ബന്ധപ്പെട്ടവരെ സ്വർഗ്ഗലോകത്ത് സാലിഹ്യങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും.